Hey guys, this is Charlie Bob. Welcome back to another vlog. അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഈ ഒരു കാര്യം കമന്റ് ബോക്സിൽ കുറെ അധികം പേര് ചോദിച്ച ഒരു വ്ലോഗാണ്. ബാക്ക്ലോഗ്സ് ഉള്ളവർക്ക് എങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് സപ്ലി എക്സാം എഴുതാന്നുള്ളത്. അപ്പം ഇത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും കുറച്ച് പേരോട് റെഫർ ചെയ്തിട്ട് ഇടുന്ന ഒരു വ്ലോഗാണ്. നിങ്ങൾക്ക് സപ്ലി എക്സാം നിങ്ങൾക്ക് എങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രഷർ കുറയ്ക്കാൻ പറ്റാന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ എന്റെ വ്ലോഗിൽ ഞാൻ പറയുന്നത്. അപ്പൊ അതിനായിട്ടുള്ളൊരു 8 ടിപ്പാണ് ഇന്നത്തെ എന്റെ വ്ലോഗിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം നിങ്ങളുടെ സപ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമേ തന്നെ അണ്ടർസ്റ്റാൻഡ് വൈ യു ഫെയിൽ ഏർലിയർ. എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ എക്സാം നിങ്ങൾക്ക് ഫെയിൽ ആയതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ നോട്ട്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ക്ലാസ് മിസ് ആയെങ്കിൽ അങ്ങനെയും സപ്ലി വരുന്ന കുറെ പേരുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു സെയിം മിസ്റ്റേക്ക് നിങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇത് നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പൊ തൊട്ട് നമുക്ക് നല്ലോണം അതിനെ എങ്ങനെ നമുക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പം ഇപ്പൊ ഒരു നമ്മുടെ നോട്ട്സിന്റെ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഇനി അടുത്ത എക്സാമിന് കുറച്ചും കൂടെ നല്ല രീതിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ടൈം മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ അത് എഴുതി നല്ലോണം എക്സാം ഫോർമാറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫെയിലർ ആയെന്നുള്ളത് ആദ്യമേ തന്നെ കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തെ ടിപ്പാണ് സ്റ്റഡി സ്മാർട്ട് നോട്ട് ലോങ്. അതായത് നമുക്ക് ഒരിക്കലും സപ്ലി എക്സാം നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ സെമ്മി നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതിന്റെ ഇടയിലാണ് ഈ സപ്ലി എക്സാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സപ്ലി എക്സാം സപ്ലി എക്സാമിന് നമുക്ക് ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത്തെ കാര്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇരുന്ന് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് മോഡ്യൂൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ പഠിക്കാം. ഇപ്പം 5 മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ അതിൽ 3 മോഡ്യൂൾസ് നമ്മൾ നല്ലോണം പഠിക്കുവാണെങ്കിൽ നമ്മളൊരു സേഫ് പൊസിഷനിലാണ്, നമുക്ക് തന്നെ ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് മോഡ്യൂൾസ് ആദ്യമേ പഠിക്കാം. അതുപോലെ തന്നെ ചെറിയ മോഡ്യൂൾസ് ഉണ്ടല്ലോ, ഈ ചെറിയ മോഡ്യൂൾസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും ഉള്ളൂ. ആ സാധനം തന്നെ ആയിരിക്കും പിന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കലും സ്കിപ്പ് ആക്കാണ്ട് പഠിച്ചു വെക്കാം. ഇനി തേർഡ് ടിപ്പാണ് മേക്ക് 10 or 15 ഡേ ഒരു സ്റ്റഡി പ്ലാൻ. നമ്മൾ ഒരു മാസത്തിൽ 10 ദിവസമെങ്കിലും സപ്ലി പഠിക്കാനായിട്ട് മാറ്റിവെക്കാം, അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും സപ്ലി പഠിക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പം ഒരു 15 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ 1 തൊട്ട് 8 ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, മീൻസ് സപ്ലിയുടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെയുള്ള ബാലൻസ് ഡേയ്സ് നമ്മൾ റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക, അങ്ങനെ പഠിക്കുക. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ഇത് നമ്മൾ ഇത്രയും ടൈം സ്പാനിനുള്ളിൽ പഠിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ മൈൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അടുത്തത് ഫോക്കസ് ഓൺ റൈറ്റിംഗ് പ്രാക്ടീസ്. ഈ ഒരു ടിപ്പ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേ ബി നിങ്ങൾ ഫെയിൽ ആയത് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, എഴുതാൻ സ്ലോ ആയിട്ടുള്ളവർക്ക് നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ 4th മോഡ്യൂൾ അല്ലെങ്കിൽ 3rd മോഡ്യൂളിൽ നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് മോഡ്യൂൾ നമുക്ക് ചിലപ്പം അറ്റൻഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ മോഡ്യൂൾ നല്ലോണം അറിയായിരിക്കും ക്വസ്റ്റ്യൻ, പക്ഷെ അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ലെങ്കിൽ നമ്മളത് ടൈം മാനേജ്മെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ സപ്ലി വന്നു കഴിഞ്ഞാൽ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ ഇതുപോലെ 3 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സാം എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് എഴുതാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, നമുക്ക് നോട്ട് പോലും എഴുതാൻ നമുക്ക് പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവര് അങ്ങനെ ചെയ്ത് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അറിയാവുന്ന എല്ലാം ആദ്യമേ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ തന്നെ ഇരുന്ന് അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മാർക്കും കൂടെ നമ്മൾ കളഞ്ഞല്ലോ എന്നുള്ളൊരു ഗിൽറ്റി ഫീൽ പിന്നെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ തന്നെ വരുന്ന ഒരു ടിപ്പാണ് പ്രസന്റേഷൻ മാറ്റേഴ്സ്. ഇപ്പം ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും കൊള്ളത്തില്ല. എനിക്ക് അങ്ങനെ കുറച്ച് കമന്റ്സ് വന്നിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല, അപ്പം മാർക്ക് അതുകൊണ്ട് റെഡ്യൂസ് ആവുന്നുള്ള കാര്യം. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് നല്ലോണം നന്നാക്കാൻ നോക്കണം. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് അവിടെ കൊണ്ട് കളയരുത്. ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ്സ്, ഇപ്പൊ ചിലര് ഇപ്പൊ ഒരു മെയിൻ പോയിന്റ് എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നെങ്കിൽ ആ മെയിൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുള്ളൂ. അപ്പൊ അതുപോലെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടന്റ് തിങ് ആണ്. അടുത്തതാണ് 5ാമത്തെ ടിപ്പ്, ആസ്ക് ഫോർ ഹെൽപ്പ്. ഇത് ഒരിക്കലും നമ്മൾ ഒരു ഗിൽറ്റി ഫീലിംഗ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ തന്നെ പാസ്സായ ഫ്രണ്ട്സ്, സീനിയേഴ്സ്,
ടീച്ചേഴ്സ്, ഇവരോടെല്ലാം നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്റെ ഏത് പോയിന്റിലാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ റിപ്പീറ്റ് ആയി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഒരിക്കലും ഒരു ഗിൽറ്റി ഫീൽ വിചാരിക്കരുത്. പിന്നെ ഇതിൽ തന്നെ വരുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് സ്റ്റഡി എത്രത്തോളം എഫക്റ്റീവ് ആണ്. ഇപ്പം ഗ്രൂപ്പ് സ്റ്റഡി ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിങ്ങനെ ഒത്തിരി പേര് കൂടിയിരുന്ന് പഠിക്കുന്ന വലിയ കംഫർട്ട് ഇല്ല. മീൻസ് ഒരു 7-8 പേര് ഇത്രയും പേര് കൂടിയിരുന്ന് പഠിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഇരുന്നാൽ പഠിക്കത്തുള്ളൂ. ചുമ്മാ അങ്ങനെ ഇരുന്നാൽ കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് ഫ്രണ്ട്സുമായിട്ട് കൂട്ടും കൂടി ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഒരു ശരിക്കും പറഞ്ഞ ഒരു 2 പേര്, അതായത് ഞാനും ഇപ്പൊ വേറൊരാളും ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് മാത്രം അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം എനിക്കറിയാവുന്ന ടോപ്പിക്ക് ഞാൻ ഒരു ക്ലാസ് പോലെ എടുക്കും, അയാൾക്ക് അറിയാവുന്ന ടോപ്പിക്ക് അയാൾ ക്ലാസ് പോലെ എടുക്കും. അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ടൈം എഫക്റ്റീവ് ആക്കും. 2 അല്ലെങ്കിൽ 3 മാക്സിമം. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്തായാലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കാം. അങ്ങനെ പഠിക്കുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത് എപ്പോഴും ഒരു അലമ്പ് പരിപാടി ആയിരിക്കും. പിന്നെയുള്ളത് റിവൈസ് എവറി ഡേ. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് എങ്കിലും സപ്ലിക്ക് വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ, ഇപ്പം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡെയിലി ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കുക, നമുക്ക് കിടക്കുന്ന സമയം നമുക്ക് ചിലപ്പോൾ ആ സംഭവം ഓർമ്മ നിൽക്കും. അങ്ങനെ ചെയ്യുന്ന പരിപാടി എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോ എക്സാമിന്റെ മുന്നേ ജസ്റ്റ് റിവിഷൻ പോലെ ഇമ്പോർട്ടന്റ് സാധനങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ട് കിടക്കും. പക്ഷെ എനിക്ക് ആ സംഭവം രാവിലെ കുറച്ചുകൂടെ ഓർമ്മ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റേ കാം ഓൺ എക്സാം ഡേയ്സ്. ഈ ഒരു കാര്യം പലർക്കും നിങ്ങളുടെ ടെൻഷൻ കൂട്ടാനും പ്രഷർ കൂട്ടാനും ഒക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഡേയ്സിൽ പലരും കടന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ ബെല്ലടിക്കുന്നതിന്റെ തൊട്ട് മുന്നത്തെ മൊമെന്റ് വരെ ബുക്കിന്റെ അകത്ത് കയറിയിരിക്കുന്ന പരിപാടി കുറെ പേർക്കുണ്ട്. പക്ഷെ ചിലർക്ക് അത് എഫക്റ്റീവ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ അതിന് മുന്നത്തെ സമയം മാക്സിമം റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നോക്കണം. എക്സാമിന്റെ രാവിലെ നോക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ അതെങ്ങനെ നോക്കണം എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് സാധനങ്ങൾ മാത്രം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ തിയറി സബ്ജക്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാം കൂടെ നമ്മൾ എക്സാമിന്റെ രാവിലെ നോക്കാൻ ഇരുന്നാൽ ഭയങ്കര പ്രഷർ ആവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം എക്സാം ഡേയ്സിൽ റിലാക്സ്ഡ് ആവാൻ നോക്കാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നമുക്ക് ബാക്ക്ലോഗ്സിനെ ക്ലിയർ ചെയ്യാനുള്ള നമ്മളുടെ ഒരു മെന്റാലിറ്റി. അതായത് ബാക്ക്ലോഗ് ഈസ് നെവർ ഈക്വൽ ടു ഫെയിലിയർ. ബാക്ക്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എൻഡ് നല്ല അവിടെ മീൻ ആവുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഒരു സപ്ലി വന്നു, അപ്പൊ തൊട്ടേ അത് ആലോചിച്ച് ഇനി ഞാനിത് എങ്ങനെ ക്ലിയർ ചെയ്യും, സപ്ലി ഉണ്ടെന്ന് വീട്ടിൽ പറഞ്ഞ സീനാവില്ലേ, എല്ലാവരും വഴക്ക് പറയില്ലേ, എല്ലാവരും നമ്മളെ അങ്ങനെ കാണില്ലേ, അങ്ങനത്തെ ആ ഒരു മെന്റാലിറ്റി മാറ്റാം. ബാക്ക്ലോഗ് വരുന്നതൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പൊ അത് എന്താ പറയാ, ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. നമുക്ക് എങ്ങനെ വേണേലും അത് നമുക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നിങ്ങൾ വെക്കുക. ബാക്ക്ലോഗ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഇത് നമ്മളെ എന്താ പറയാ, നമ്മളുടെ എൻഡ് നമ്മൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു ലൈഫിൽ ഒരു ഘട്ടം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളത് എന്താ പറയാ, നമ്മളത് ഗിവപ്പ് ചെയ്താലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഇത്രയും ഡിസ്ട്രോയ് ആയി, ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ തോന്നലൊക്കെ വരുക. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നമ്മളത് ബാക്ക്ലോഗ് നമുക്ക് ക്ലിയർ ചെയ്യണോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ ഗിവപ്പ് ചെയ്ത് വേറെ കോഴ്സിന് പോകണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ബാക്ക്ലോഗ് വന്നെന്ന് വിചാരിച്ച് അത്രയും ടെൻഷൻ ആവരുത്. അത് നിങ്ങൾ എങ്ങനെയും തൊട്ടടുത്ത സെമ്മിൽ തന്നെ ക്ലിയർ ചെയ്യാനുള്ള വഴികൾ നോക്കണം. അപ്പൊ ഈ ഒരു ടിപ്സ് എല്ലാവരും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീട് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.